റമളാനു ഷരീഫിന്റെ പ്രത്യേകത തന്നെ ഖുർആൻ ഇറക്കപ്പെട്ട മാസമെന്ന. പവിത്രമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ, കഴിവിൻ്റെ പരമാവധി ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആയിഷ ബി റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അർത്ഥമറിഞ്ഞും മനസ്സിലാക്കിയും നല്ല രീതിയിൽ ഒരു മനുഷ്യൻ ഖുർആൻ പാരായണം ചെയ്താൽ അവൻ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ നല്ല നല്ല മനുഷ്യരോടുകൂടെ സജ്ജനങ്ങളോടുകൂടെ അവൻ നാളെ ഉണ്ടാകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് കാണാം. എന്നാൽ നല്ലപോലെ ഖുർആൻ ഓതാനൊന്നും അറിയില്ല, പ്രയാസമുണ്ട് എങ്കിലും തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് അവൻ ഖുർആൻ ഓതുകയാണെങ്കിൽ ഫലഹു അജ്റാനി, ഓൻക്ക് 2 പ്രതിഫലമുണ്ടെന്ന. ഒന്ന്, ഖുർആൻ ഓതാൻ അവന്റെ മനസ്സിൽ താല്പര്യം കാണിച്ചതും ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്തി ഓതാൻ അറിയാത്ത പ്രയാസമുണ്ടെങ്കിലും കഴിവിന്റെ പരമാവധി ഓതാൻ നോക്കുകയും ചെയ്തപ്പോ അവൻക്ക് നല്ലപോലെ ഖുർആൻ ഓതാൻ അറിയുന്ന ആൾ ഓതുന്നതിനേക്കാൾ 2 പ്രതിഫലം പ്രയാസപ്പെട്ട് ഖുർആൻ ഓതാൻ പരിശ്രമിച്ചവന്, പ്രയാസപ്പെട്ട് ഓതിയവന് ലഭിക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ഹർഫിന് 10 ഹർഫിന്റെ പ്രതിഫലമാ ഈ റമളാനു ഷരീഫിൽ നാം ഖുർആൻ ഓതിയാൽ ലഭിക്കുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ലഭിക്കുന്നത്, പ്രത്യേകിച്ച് റമളാൻ ആകുമ്പോ 10 മടങ്ങ് ആയിരക്കണക്കിന് പ്രതിഫലങ്ങളാണ് ലഭിക്കുന്നത്. കഴിവിന്റെ പരമാവധി ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തി ഈ പവിത്ര മാസത്തിൽ ഇറക്കപ്പെട്ട ഖുർആനോട് എല്ലാ നിലക്കും അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിലാക്കി മാറ്റാൻ നമ്മുടെ സമയങ്ങളെ നമ്മൾ തയ്യാറാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.